ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കഴിഞ്ഞ ഡിസംബറിലാണ്, ഏകദേശം ഡിസംബർ അവസാനമാണ് വണ്ടി മേടിച്ചത് 2021. ഇപ്പോൾ 2024 ഓഗസ്റ്റ് മാസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 8 മാസം 9 മാസത്തോളം ഈ വണ്ടി യൂസ് ചെയ്തു. ഈ വണ്ടി യൂസ് ചെയ്തതും നമുക്ക് അതിനിടയിൽ വന്ന കംപ്ലയിൻസും, പിന്നെ നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി എത്ര രൂപ ചിലവാക്കി, ഈ വണ്ടിയിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ ഇതിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി മേടിച്ചപ്പോൾ ഈ കണ്ണാടി ഉണ്ടായിരുന്നില്ല, ഈ മിറർ ഉണ്ടായിരുന്നില്ല, രണ്ട് സൈഡിലും ഈ മിറർ ഉണ്ടായില്ല. ഈ മിറർ നമ്മൾ മേടിച്ചു. ഈ മിററിൻ്റെ ഫ്രെയിമും ഇതെല്ലാം ഉണ്ടായിരുന്നു വണ്ടിയിൽ. മിറർ നമ്മൾ മേടിച്ച അപ്പോൾ ഒരു മിററിന് ഏകദേശം ഒരു 90 രൂപ വെച്ചിട്ട് 2 മിറർ മേടിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയിലൊരു ഹോൺ ഉണ്ടായിരുന്നു, അത് വർക്കിംഗ് ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഹോൺ മേടിച്ചു. ഇതിന് ഏകദേശം ഒരു ബോഷിൻ്റെ ആണ്. ഇതിന് ഏകദേശം ഒരു 350 രൂപ ചിലവായിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് വൈപ്പർ മാറിയിട്ടുണ്ട്. വൈപ്പറിന് എന്തോ 150 രൂപയുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ഏകദേശം നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം സെയിമാണ്. മൺകാർഡും ഇൻഡിക്കേറ്ററും കവറെല്ലാം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. സീറ്റ് കവർ ഇവിടെ എല്ലാം അടിച്ചിട്ടുണ്ട്. ബാക്കിലും സീറ്റ് കവർ അടിച്ച്, സീറ്റ് കവറും 2 സൈഡ് കർട്ടനും കൂടെ നമുക്ക് ഏകദേശം ഒരു 4500 രൂപ ആയിട്ടുണ്ട്. മെറ്റീരിയലും പണിക്കാശും എല്ലാം കൂടെ. പിന്നെ ഈ മീറ്ററിന് ഒരു കവർ അടിച്ച്, ഇതൊക്കെ പോളിസർക്കാരൻ ആ 4500 രൂപ പെടണം കേട്ടോ. പിന്നെ ഈ വണ്ടിക്ക് ഒരു പാസിനൊരു സ്വിച്ച് വെച്ചു ഇവിടെ. അതിന് സ്വിച്ചിന് ഏകദേശം ഒരു 150 രൂപ, പണിക്കാശ് ഒരു 100 രൂപയും കൂടെ 250 രൂപയായി മൊത്തം. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ വേറെ പണിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലെ മറ്റേ ആക്സിലേറ്റർ കേബിളും പിന്നെ നമ്മുടെ ഗിയർ കേബിളും മാറിയിട്ടുണ്ട്. പിന്നെ പുറകിലോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഒരു മാറ്റ് മേടിച്ചു നമ്മൾ, ഫുള്ളായിട്ടുള്ളൊരു മാറ്റ്. ഈ മാറ്റിന് ഏകദേശം ഒരു 300 രൂപ ചിലവായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഡിക്കിയിലിട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഈ സീറ്റ് കവർ ആട്ടോ, മറ്റേ ഫ്രണ്ടിലെ സീറ്റ് കവർ അടിച്ച കൂട്ടത്തിലടിച്ചത്. ഈ സീറ്റ് കവർ ഇങ്ങനെയൊക്കെ ഒരു ഡിസൈനാക്കി അടിച്ചുകൊണ്ടാണ് നമുക്ക് ഏകദേശം ഒരു 4 രൂപ 4500 രൂപ വന്നത്. അതായത് പ്ലെയിനായിട്ട് അടിക്കണമായിരുന്നെങ്കിൽ നമുക്ക് അത്രയും പൈസ വരത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടയർ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ടയർ നമ്മൾ പുതിയ മേടിച്ചായിരുന്നു. ഇത് ന്യൂ മാക്സ് കമ്പനിയുടെ ടയറാട്ടോ. ഇതിന് നമുക്ക് ഏകദേശം ഒരു 1900 റേറ്റ് വന്നത്. ട്യൂബ് ഉണ്ടാവില്ല, ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ 1900. നല്ല ടയറാട്ടോ, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ടയർ. പിന്നെ ഈ ടയർ നമ്മൾ എറണാകുളം വെണ്ണലയിൽ മേടിച്ചത്. മറ്റു ടയറുകൾക്കൊക്കെ MRF-നും CAT-നും റേറ്റ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആ ടയറിലോട്ട് പോയത്. പിന്നെ പുറകിലോട്ട് വരുമ്പോൾ നമ്മളിവിടെ വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല, വണ്ടി മേടിച്ചപ്പോൾ ഉള്ള പോലെ തന്നെയാണ്. അപ്പോൾസറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ ഈ സൈലൻസർ നമ്മൾ മാറിയായിരുന്നു. ഈ സൈലൻസർ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉണ്ടായിരുന്ന സൈലൻസർ കുറച്ച് തുളയുണ്ടായിരുന്നു, ഞാൻ വെൽഡ് ചെയ്തായിരുന്നു, പക്ഷെ അത് നിന്നില്ല. അപ്പം ഞാൻ ഈ സൈലൻസർ മാറി. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഈ ഡീസൽ ടാങ്ക് കൂടെ മാറിയിട്ടുണ്ട്. ഡീസൽ ടാങ്കിന് ചെറിയ ഓട്ട ഉണ്ടായിരുന്നു, അപ്പോൾ ഡീസൽ ടാങ്ക് മാറിയിട്ടുണ്ട്. വേറെ നമ്മൾ ഈ വണ്ടിയിൽ പണിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ റണ്ണിങ്ങിൽ വന്നേക്കണ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ മാത്രം വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. വേറെ അല്ലാതെ നമുക്ക് ഈ വണ്ടിയിൽ അധികം പൈസ ഒന്നും മുടക്കേണ്ടി വന്നിട്ടില്ല. അപ്പം നമുക്ക് ഏകദേശം 4000 രൂപ 4500 രൂപ വണ്ടിയുടെ സീറ്റ് കവർ, പിന്നെ ടയറിന് ഒരു 2 രൂപ, പിന്നെ സൈഡ് മിറേഴ്സ് 100 രൂപ വെച്ച് 4500 അങ്ങനെ. പിന്നെ നമുക്ക് മൊത്തം, പിന്നെ മറ്റേ സൈലൻസറും മറ്റേ നമ്മുടെ നമ്മുടെ പെട്രോൾ ടാങ്ക്, ഡീസൽ ടാങ്ക് ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒരു 8 രൂപയൊക്കെ ചിലവ് വന്നിട്ടുള്ളൂ. 8 രൂപ 9 രൂപയിൽ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ ഈ വണ്ടി നമ്മളപ്പോൾ അന്നൊരു 70 രൂപക്കാണ് ഈ വണ്ടി മേടിച്ചത്. 70 രൂപക്ക് വണ്ടി മേടിച്ച് നമ്മൾ ഏകദേശം ഒരു 8 രൂപ ഒരു 10 രൂപ റൗണ്ടാക്കി കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് മൊത്തം ഒരു 80 രൂപ വന്നിട്ടുള്ളൂ. 80 രൂപയ്ക്ക് ഇപ്പം ഞാൻ 8 മാസം ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതെന്തായാലും ഒരു 2 മാസം കൊണ്ട് തന്നെ ഞാൻ മുടക്കിയ പൈസ ഞാൻ 2-2.5 മാസം കൊണ്ട് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ വണ്ടി പുറത്തായിട്ടാണ് തോന്നുന്നത്. പുതിയൊരു വണ്ടി എടുക്കണമെങ്കിൽ ഏകദേശം 3,40,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ 80,000 രൂപയുടെ ഒരു വണ്ടി കിട്ടി. 2011 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി വെച്ചിട്ട് നമുക്ക് ഇനിയും എനിക്ക് മാക്സിമം ഒരു 3 കൊല്ലം 4 കൊല്ലം ഓടിച്ചാലും വലിയ കുഴപ്പമില്ല. ഇതെനിക്കിപ്പോൾ തന്നെ വർത്തായിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് ചിലവായേക്കണ കാശ് ഏകദേശം ഒരു 8,000 രൂപയാണ്. അത് റൗണ്ടാക്കി നമുക്കൊരു 10 രൂപയ്ക്ക് പറയാമെന്നുള്ളൂ.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ കണ്ടീഷനിൽ ഓട്ടോ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നതിനേക്കാളും നല്ല നമ്മൾ നല്ലോണം നോക്കി ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടോ അല്ലെങ്കിൽ വണ്ടീനെ പറ്റി അറിയണ ആളെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും കൂടുതൽ വർത്തായിട്ട് തോന്നുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് തട്ടോ മുട്ടോ ഒക്കെ ചെയ്താൽ നമുക്ക് വലിയ വിഷമവും കാര്യമൊന്നും ഉണ്ടാവില്ല. പുതിയ വണ്ടിയാണെങ്കിൽ അങ്ങനെയല്ല, ചെറിയ പവർലൈറ്റൊക്കെ കൂടെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ പാസഞ്ചേഴ്സ് എന്തെങ്കിലും കൊള്ളില്ലാത്ത ലോഡൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറ്റാൻ മടിയായിരിക്കും. ഈ ഇതേപോലെ പഴയ വണ്ടിയാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്കെന്തായാലും ഇത് ഒരു 70 രൂപ മേടിച്ച് 10 രൂപ വേണത് എന്തായാലും ഭയങ്കര വർത്തായിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിൽ നമ്മൾ വണ്ടിക്ക് ഇതുവരെ ചിലവാക്കിയ പൈസയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. വണ്ടിയിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഈ വണ്ടിയുടെ സ്പ്രിങ്ങും ഷോക്കൊന്നും ഞാൻ മാറിയിട്ടില്ല. അതെല്ലാം വണ്ടിയിൽ ചെറിയ സ്പ്രിങ്ങും കമ്പനി ഷോക്കൊക്കെ തന്നെ ഉണ്ട്. അത് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ മാറിയിട്ടില്ല. പിന്നെ വണ്ടിക്ക് താഴ്ഭാഗത്തായിട്ട് ഒരു പ്ലാറ്റ്ഫോം, മറ്റേ പാസഞ്ചർ കാല് വെക്കണം അവിടുത്തെ പ്ലാറ്റ്ഫോമിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, ചെറിയൊരു തുരുമ്പുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ഞാൻ ടെസ്റ്റ് വരുമ്പോൾ കട്ട് ചെയ്തിട്ട് പുതിയ പീസ് കയറ്റാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അതും കൂടെ ഉള്ളു വണ്ടിക്ക് വേറൊരു പണിയായിട്ട്. വേറെ വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അത്യാവശ്യം നല്ലോണം നോക്കി തന്നെ കേട്ടോ ഈ വണ്ടി എടുത്തത്, അതുകൊണ്ടായിരിക്കണം ഇത്രയും പണി കുറവുള്ളത്. പിന്നെ ഡീസൽ ടാങ്കിന് ചെറിയ ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അത് വെച്ചോണ്ടിരിക്കേണ്ടല്ലാന്ന് ഓർത്താ. അവർ വെൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചാണ് മാറിയത്. അല്ലെങ്കിൽ അത് മാറണ്ടായിരുന്നു. നമുക്ക് 500 രൂപ 400 രൂപയിൽ അത് വെൽഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ എനിക്ക് കളയാൻ സമയവും ഇതിൻ്റെ പുറകെ നടക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് പിന്നെ പുതിയ ടാങ്ക് തന്നെ മേടിച്ച് ഫിറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഏകദേശം 70 രൂപയുടെ വണ്ടിയിൽ 10 രൂപ ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.